ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഞാൻ മൊണ്ടിയടിക്കുവാണ് അമ്മാമ്മയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഇന്ന് എന്തായാലും പോവാം എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, അച്ഛനും ഇന്ന് ഫ്രീയാണ്. ഹാപ്പി ബാ പാം. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, അഞ്ചലാണ്. 5 കഴിഞ്ഞ് മാവിള, അത് അമ്മയുടെ വീട്. അവിടെ ചെല്ലുമ്പോ അമ്മക്ക് വേറൊരു ഇതാ. ഇവിടുത്തെ അമ്മയൊന്നും അല്ല. മാവള കഴിയുമ്പോഴേ പറയാം കേട്ടോ, അവളെ മുഖത്തിന്റെ ഭാവം ചുമ്മാ പറയുന്നതാ. സ്വന്തം വീട്ടിൽ പോകുമ്പോ വേറൊരു സ്റ്റൈലാണ്. നമ്മളെ ഓരോ പരിചയപ്പെടുത്തും അവിടെ ചെല്ലുമ്പോ. അതുകൊണ്ട് അവിടെ അത് കണ്ടാ ഇത് കണ്ട സ്ഥലത്ത് എല്ലാം ഉണ്ട്. ഞാൻ അവിടെ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്. എന്ത് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ അവിടെ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ അമ്മാമ്മ ഉണ്ടാക്കി തരും. അത് മാത്രമല്ല, അമ്മാമ്മക്ക് തൊഴിലുറപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ മെനങ്ങാന്നൊക്കെ പോയി കഴിഞ്ഞാൽ പണി മുടങ്ങും. ഇന്ന് ഞായറാഴ്ച അല്ലേ, അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇന്ന് പോവാന്ന് വെച്ചത്. മനസ്സിലായില്ലേ? അത് എന്തിനാണ് അമ്മാമ്മക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എന്റെ പണി മുടക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പോകത്തില്ലേ? കാരണം 2 ദിവസം കൂടി ഞാൻ മുണ്ടിയ. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച വെച്ചത്. ഞായറാഴ്ച എന്തായാലും തൊഴിലുറപ്പൊന്നും ഉണ്ടാവില്ല. അതെ, തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്. അച്ചാച്ചന് പോകുന്നുണ്ടോ? അച്ചാച്ചന് പോകുന്നുണ്ടോ? വേറെ കൊണ്ടല്ല, പിന്നെ പോകുന്നത് എന്ത് ജോലി ഒരു പ്രായമായി കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകുന്നത്. അവര് ചുമ്മാ ഇരിക്കത്തില്ല. കോഴി വളർത്തിയാലും ആടിനെ വളർത്തിയാലും ചായ ഒഴിച്ചായാലും തൊഴിലുറപ്പിനും എല്ലാം ചെയ്യും. അമ്മാമ്മയ്ക്ക് അവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. നമ്മള് ആദ്യമായിട്ട് ഒരു ചെറിയ മീനെങ്കിലും പിടിച്ചത് അവിടുത്തെ ഒരു ചാലിന്നാട്ടോ. ഇന്ന് പോയിട്ട് അമ്മക്ക് അവിടുത്തെ ചാലിൽ ഒന്നുകൂടെ ഇട്ട് നോക്കാം. അതെ, ഹാപ്പി എടുക്കുന്നില്ലേ? ഹാപ്പി എടുക്ക്. അവിടെ പൂച്ചയുണ്ട്, പൂച്ചയുടെ ചെവിക്കണ്ടത്തൊക്കെ അടി കിട്ടുന്നത് ദൈവത്തിന് അറിയാം. ഒന്ന് ഓടുപൂച്ചെന്ന് പറഞ്ഞു പൂച്ച ഇപ്പൊ വരും. പൂച്ച അവനെ എവിടെയും പാത്തിരുന്ന് കഴിഞ്ഞാൽ ഹാപ്പി എന്ന് വിളിച്ചിട്ട് കണ്ടില്ലെങ്കിൽ പൂച്ച കുപ്പി എടുത്തിട്ട് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ ഓടുപൂച്ചെന്ന് പറയാ. അപ്പോഴാ ഓടിയെത്ത്. ഹാപ്പിക്ക് ഒരു ഉടുപ്പ് മേടിക്കണം അല്ലേ? ഹാപ്പിക്ക് ഒരു ഉടുപ്പ് മേടിക്കണം. ഇനി ഒരു ദിവസം ഹാപ്പിക്ക് മറ്റേ ചട്ടയും മുണ്ടോ അല്ലല്ലേ മറ്റേ ഫ്രോക്ക് പോലത്തെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് ഹാപ്പിക്ക് ഇട്ട് കൊടുക്കണം. പെമ്പിള്ളാരെ ഡ്രസ്സ് മേടിക്കാം. കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പ് മേടിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ കുറെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. അതുപോലെ നമുക്ക് ഒരു ദിവസം ഹാപ്പി ഒരുക്കാം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോഴൊക്കെ ഒരുക്കണം. വലിയ പുരുഷനായ അവ സംഭവിക്കുന്നില്ല. ഇപ്പോഴേ അവന് ഇച്ചിരി പുരുഷനായെന്നൊരു തോന്നലുണ്ട് ചെറിയ. അവിടെ ചെന്നിട്ട് നമുക്ക് കോഴിയെ കറി വയ്ക്കാം. അമ്മാമ്മയുടെ അവിടെ ആണെങ്കിൽ കോഴി, ആടുണ്ടോ? ആടില്ല. ആടുണ്ടായിരുന്നു, പിടിച്ച് മറ്റേ ഗ്രില്ലടിക്കായിരുന്നു. മുഴുത്ത കോഴി അല്ല, മുഴുത്ത ആടിനെ പിടിച്ച് ഗ്രില്ലടിക്കായിരുന്നു. പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, ഇല്ലേമാ? എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും എത്തിയിട്ട് വരാം സുഹൃത്തുക്കളെ. ബൈ. ഹേ ഗൈസ്, അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മാമ്മയുടെ കട. ഇത് ചെറിയൊരു ചായക്കടയാണ്. എത്ര മണിക്ക് തുറക്കും? വൈകുന്നേരം തുറക്കും. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് അമ്മാമ്മ വന്ന് ഇവിടെ ചായയൊക്കെ വെക്കും. ചായയും കടിയും ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇറങ്ങി വന്ന് ചായയൊക്കെ കുടിക്കാട്ടോ. ഞാൻ ഏതാണ്ട് കുഞ്ഞിനെ തൊട്ടേ വരുന്നുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങോട്ടുള്ള വഴി ഇതുവരെ ആരും റെഡി ആക്കിയിട്ടില്ല. എനിക്കൊന്നും വഴി വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത് വേറെ അതിർത്തിയാണോ? ഇതുവഴിയാ നമ്മൾ നടന്നു പോകുന്നത്. അങ്ങനെ ആളുണ്ടോ? ആര്? ഇറങ്ങി വരുന്നതാ. വേണ്ട, മോളെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങള് പോവുക. ഇതെന്തരാ ഈ നൈറ്റിലൊക്കെ പണിയായിരുന്നാ? ഞങ്ങള് പോവാ. ഇവിടെ നിക്കട്ടെ, കുറച്ച് ദിവസം ഇവിടെ നിക്കട്ടെ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം. എന്തി അച്ചാച്ചൻ? എന്തി അച്ചാച്ചന് ഫുള്ള് ബിസിയാ. എന്തോ എടുക്കുന്നേ? ചീനിയോ? നമ്മള് വരുന്നോണ്ട് ചീനിയൊക്കെ മേടിച്ച് പൊളിക്കാട്ടോ. എന്താ സ്പെഷ്യൽ? എന്താ? എന്തിന്? തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി എന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അമ്മാമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി നമുക്ക് ഇന്ന് കൂട്ടാം. കോഴി ഉണ്ടല്ലേ? അതെ, കോഴി ഉണ്ട് കണ്ടിക്കാനായിട്ട്. ആര് കണ്ടിക്കും? പൂച്ച. ഹാപ്പി പൂച്ചടാ. അടിയിട്ടു അമ്മ. അടിക്കോ അത്? പിടിച്ചോ. അത് കണ്ടില്ല. ഹാപ്പി ഓടതാ. പിടി അടി കിട്ടും പൂച്ചയുടെ. വാ
കോഴിയെ പിടിക്കാം. മാബോയ് ഇങ്ങോട്ട് വരീന്ന്. ആ ഒരു മുരുത്ത ഒരു കോഴി കഴിച്ച പിടി. ഇത്തിരി സാരി കൊടുക്കാൻ പോയാ. അച്ചാച്ചന് മുന്നേ അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മള് പണ്ടേ ലുക്ക. അച്ചാച്ചന്റെ പേര് ലുക്കെന്നാ, സുന്ദരൻ. അതെ, ഞാനും അച്ചാച്ചനൊക്കെ ഏകദേശം സെയിം ലുക്കാന്ന് എല്ലാവരും നോക്ക്. ഏകദേശമൊക്കെ ഞാനും അച്ചാച്ചനും ഒക്കെ ഏകദേശം ഒരേ ലുക്കുണ്ട്. എല്ലാരും ചോദിക്കാറുണ്ട് കൊച്ചു അമ്മയുടെ ലുക്കോ അല്ല അച്ഛന്റെ ലുക്കോ അല്ല, ആരുടെ ലുക്കാണ് ഇതാടെ കല്ലേ. മൂക്ക് നോക്ക്, മൂക്ക് ഒരേ സെറ്റാണ്. വാ നമുക്ക് ഇനി കോഴിയെ നോക്കാം. അമ്മാമ്മ പോയിട്ട് വേണ്ട ചുരിദാറല്ല പുതിയ മാക്സി ഫ്രാഷൻ പോരാന്ന് പറയട്ടെ, പുതിയ മാക്സി ഒക്കെ എടുത്തിട്ടുണ്ടോ? ഞാൻ കൊള്ളത്തില്ല, പന്നമ. അത്ര പോരാ, അതുകൊണ്ട് ലുക്കായിട്ട് വന്നിട്ടുണ്ട് അമ്മാമ്മ. വാ, ഇത് മാമന്റെ മോളാട്ടോ, അനുമോൾ. ഒരു ഹായ് പറയൂ. അതെ, വാ. വേണ്ട എന്തിനു പറഞ്ഞാലും ഇതാ പറയുന്നത്. വീഡിയോ എടുത്ത് ഇത് കളയണം കേട്ടോ, ഒന്നും കളയാറില്ല. ഓക്കെ, നമുക്ക് കോഴിയെ പിടിക്കാം ഗൈസ് ഫസ്റ്റ്. അണ്ട് ഇതൊക്കെ ആട്ടോ കോഴി. അമ്മാമ്മ എന്ത് കോഴിയുടെ കൂട്ടിൻ്റെ അകത്ത് കയറിയാ? ഒരു പൂവൻ കോഴിയാട്ടോ ഉമ്മച്ചി, പാവല്ലേ. ആ ഒരു കോഴിയെ പിടിച്ചേട്ടാ, ഒന്ന് പൊക്കി കാണിക്കാം അമ്മാമ്മ. വേണ്ട ഗൈസ്, ഇത് പൂവൻ കോഴിയല്ലേ, ഇത് മുട്ടയിടാത്ത സൈസ്. അച്ചാച്ചന്റെ കയ്യിലോട്ട് കൊടു. വേണ്ട, സംഭവം അച്ചാച്ചന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര വയസ്സ് പ്രായം വരും ഇതിന്? ഇതെന്തര ഇത് പ്രസാദം മേടിക്കാൻ നിൽക്കുന്നത്? അത് വെച്ചാ 8 മാസം ആവുന്നേ ഉള്ളു. ചെറിയ അത്ര പ്രായമുള്ള കോഴിയല്ല, 8 മാസം. ഇത് എത്ര നാൾ വരെ വളരും? ഇത് 2-3 വയസ്സ് വരെ വളരും. അങ്ങനെ കണ്ടിക്കും. പൂവൻകോഴി പിന്നെ അതിനല്ലേ കൊള്ളത്തുള്ളു, മുട്ടയിടത്തില്ലല്ലോ. ഇത് അടയിരിക്കോ? മുട്ടയിട്ടില്ലല്ലോ അടയിരിക്കോ? ഇല്ലേ? ഓ, വീർത്ത് കുളിച്ച് ഗൈസ്, ഭയങ്കര വെയിൽ കേട്ടോ. അപ്പൊ അച്ചാച്ചൻ റെഡിയാക്കിയിട്ട് വാ, അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇതെന്ത് ഇങ്ങനെയൊക്കെ പിടിച്ചേക്കുന്നത്? അത് ഉറങ്ങിയെന്ന് തോന്നുന്നു കോഴി. നല്ല ചെകളൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്ക്. പാക്കാന്ത ഞാൻ കണ്ടിട്ടില്ല. അത് പാക്കാന്ത എന്ന് പറഞ്ഞാൽ എന്തുവാ? പട്ടിയാണോ? വലിയ കുണ്ടംപൂച്ച. പക്ഷേ കണ്ടംപൂച്ച, കുണ്ടംപൂച്ചയോ? അതെ, വീട്ടിൽ കോഴി ഉണ്ടായിരുന്ന കറി വെച്ചാലും നിന്നായിരുന്നു. അപ്പം അതുമില്ല. ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു ഞങ്ങളുടെ. പണ്ട് നമ്മളല്ലേ, അതായത് എനിക്ക് ഓർമ്മയില്ല. എനിക്കന്ന് മാസങ്ങളുടെ പ്രായമൊക്കെ ഉള്ളെന്ന് തോന്നുന്നില്ലേ, അത്രേ ഉള്ളൂ. എനിക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഭാഗത്തായിട്ടൊരു വീടൊക്കെ ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് ഇതാക്കിയെന്ന് തോന്നുന്നു. കുഞ്ഞൊരു വീടായിരുന്നു, ഒരു മണ്ണൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു റൂമേ ഉള്ളൂ. ഒരു റൂമും ഒരു ഹാളും വാരാന്ത പോലെ ഒരു അടുക്കള. അച്ഛൻ തന്നെ ഉണ്ടാക്കിയ വീടായിരുന്നു. അത് ഞാൻ വെട്ടുകല്ല് എടുത്ത് ഇവിടെ ഒരു കുഴി ഇവിടെ വെച്ചാണ് എടുത്തത്. ഈ കോഴി കല്ല് വെട്ടി ഉണ്ടാക്കിയ വീട്. കുഞ്ഞൊരു വീടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ. അവിടെ ആയിരുന്നു താമസിക്കുന്നത്. എനിക്ക് ഓർമ്മ, എനിക്ക് മാസങ്ങളുടെ പ്രായമുള്ളത്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മയും കൊച്ചായിരുന്നല്ലോ ഒന്ന്. എന്തായാലും അതൊക്കെ അങ്ങ് പൊളിച്ച് മാറ്റി കേട്ടോ, അതൊന്നും ഇല്ല ഇപ്പോൾ. അയ്യോ, ഈ ഭാഗത്തായിട്ടായിരുന്നു, ഈ ഒരു ഇത്ര ഏരിയയിൽ നടക്കാൻ പഠിച്ചത്. ഈ വഴിയിലൊക്കെ ഇവിടെ ഓടി നടക്കുമായിരുന്നു മുറ്റത്തൊക്കെ. പ്രവീണ് നടന്ന് നൊക്ലാച്ചിക് മൊമെന്റ്സ്. ഇനി എത്ര കോഴി ഉണ്ടാവും അച്ചാ? 15 കോഴിയുണ്ട്. ആ, ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടോ. അപ്പോൾ ഒത്തിരി കോഴികളില്ലേ? ആ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരാം. ബാക്കി ഇനി എല്ലാം പെടയാ. മെടയായത് ഏതെങ്കിലും ഉണ്ടോ? ആ, ഇച്ചിരി മെടയുള്ളവരെ നമ്മൾ പിടിച്ച കൊന്ന്. എന്തോ ചിരി കൊന്നേന്റെ. ആടോ? ആ, കുഞ്ഞമ്മോ എന്തോ ഉണ്ട്, അതേ വരുതാ. ഇനി അവിടെ ആടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാ. ആടില്ലേ? പിന്നെ ആരുണ്ട്? പട്ടിയുണ്ടോ? ആ, പട്ടി ഉണ്ടെങ്കിൽ പട്ടിയെങ്കിൽ പട്ടി. ഹാപ്പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യ. എന്റെ അമ്മോ, അതിനെ പിടിച്ച് കെട്ട്. പന്നിയുടെ സൈസുള്ള ഒരു പട്ടി. ആ, ഇറക്കണ്ട അവിടെ ഇരിക്കട്ടെ. വേണ്ട അത് ഹാപ്പി മേടിച്ചു. ഇവിടെ വൻ വിറ്റ്. വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോണ്ടാട്ടോ, അവനെ ഇല്ലാണ്ടാക്കും. ഓഹോ, എടാ നിന്നെ പോലൊന്നും അല്ല, വലിച്ചു കീറുന്നത്. അവനിപ്പോ പേടി, അവ ഇപ്പൊ ഒന്നും ചെയ്തില്ല, മിണ്ടുന്നില്ലണ്ടോ. വേണ്ട അയ്യോ, ഇറക്കണോന്നോ? വേണ്ട, അവിടെ ഇരിക്കട്ടെ. അമ്മ അവനെ കൊണ്ടുപോണ്ട, പിടി. പോവാ
ഇത് ഞങ്ങളുടെ ഹാപ്പി. വരുന്നോ? അയ്യോ വരുന്നോ? ഓ പിന്നെ നമ്മളെന്ന് എടുക്കണം. ഓ ഓടുന്ന ഓടി പോകുന്നത്. അതെന്റെ കുഞ്ഞമ്മ മീൻ വാങ്ങിക്കാൻ പോയില്ലേ കൂന്തൽ, അത് കഴിഞ്ഞിട്ട് അവന്റെ അമ്മ എന്റെ കുഞ്ഞമ്മയുടെ മോനാ അത്. ഇത് എൻ്റെ അമ്മാമ്മയുടെ അനിയത്തിയാണ് സുഹൃത്തുക്കളെ, കുഞ്ഞമ്മ. ഇവർ മേലും താഴെയും തന്നെ കേട്ടോ താമസിക്കുന്നത്. ഒരു ഹായ് പറ. ഹായ് വരൂലേ? ഓക്കെ ടാറ്റ. ഓഹോ അമ്മയുടെ കൈ വന്നപ്പോ കുരയ്ക്കുന്നില്ലേ? അങ്ങോട്ട് പോയപ്പോ കുരച്ചില്ലല്ലോ നീ. പിന്നെ ഒന്ന് അങ്ങോട്ടൊന്ന് ആക്കി കൊടുത്തേമ്മ. അങ്ങോട്ടൊന്ന് കാണിച്ചോ കുരയ്ക്കുന്നോ നോക്കട്ടെ. ആ ഇനി കുരയ്ക്കടാ നീ. ആ ഉണ്ട്, ഒന്നും മിണ്ടായില്ലേ? ഒന്നും മിണ്ടായില്ല. അമ്മയുടെ കയ്യിലിരിക്കുമ്പോ കുരയ്ക്കട്ടാ. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, അങ്ങോട്ട് കാണിക്ക്. ആ കൊര, ഇനി കൊര. ഹാപ്പി ഇപ്പൊ പെടുക്ക്. ആ ആ ആ വേണ്ട വേണ്ട മതി. ഓ സീൻ. നമ്മളും ചെറിയ പുള്ളിയല്ലല്ലേ ഹാപ്പി. ഹാപ്പിയുടെ വിചാരം ഹാപ്പി ഏതോ വലിയ സിംഹമാണെന്നാ. നമ്മൾ ചിക്കൻ്റെ തൂവലും ഷറവലൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. പാവം കോഴിയല്ലേ, പാവം നമ്മൾ വന്നുകൊണ്ട് അതിന്റെ ജീവൻ പോയി. കൊന്നാ പാവം തിന്നാ തീരും. അച്ഛനാ കൊന്നത്, നമുക്ക് തിന്നാം. നാടൻ കോഴീൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് വെച്ച ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് സ്കിന്നോട് കൂടിയിട്ട് വേണം വെക്കാനായിട്ട്. ഈ കോഴി എക്സസൈസ് ഇല്ലാത്ത കോഴിയായിരുന്നു കൂട്ടി കിടക്കുന്ന. നെയ് വരുവേന് അതിനോണ്ട് ഇച്ചിരി മുറ്റുണ്ട് കേട്ടോ. കോഴി രാവിലെ എന്തെങ്കിലും എക്സസൈസാ യോഗയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ആരെ വെക്കുന്ന? അമ്മാമ്മയിൽ വെക്കുന്ന. അങ്ങോട്ട് മാറിയിരിക്കും അങ്ങോട്ട്. ഇന്ന് അമ്മാമ്മയാണ് സ്റ്റാർ. നമ്മൾ എങ്ങനെയാ വെക്കുന്ന? ഇത് കഴുകി കഴുകി ഒന്ന് വേവിക്കണം. മഞ്ഞപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. ഉപ്പും ഇതിനെ അടപ്പ വെക്കണം. അതുകൊണ്ട് തേങ്ങ വറുത്തരച്ചാ വെക്കുന്നത്. വെറൈറ്റി ആണ്. അമ്മ വരൂല ചിക്കൻ കറി വെക്കാൻ അമ്മാമ്മ. ഇവിടെ ഉള്ളു. അച്ചാച്ചൻ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടോ? ഇല്ല. കഴിക്കത്തേ ഉള്ളു. നേരുന്ന് കുഞ്ഞമ്മ ചക്ക വറുത്തേ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ വരുന്നില്ല. ഞാൻ 3-4 ദിവസം കഴിഞ്ഞുള്ളൂ. ഇവിടെ കുറച്ച് കോഴികളുണ്ട് അല്ലേ അമ്മ? നമുക്ക് ഓരോ ദിവസം ഓരോ വെറൈറ്റി ഉണ്ടാക്കാം. ഇത് എന്തുമൊക്കെ ഇടുന്നേ ഒന്ന് പറ. ചിക്കൻ മസാല. ചിക്കൻ മസാല. അതാ അമ്മാമ്മ ഹൈടെക്കാ. അമ്മ ഇടൂല ചിക്കൻ മസാല. കുറച്ച് കിട്ടുള്ളൂ കേട്ടോ ചിക്കൻ മസാല. മഞ്ഞപ്പൊടി. ഉപ്പിട്ടില്ല. ഉപ്പ് കുറച്ച്. അരയല്. നമ്മുടെ വീട്ടിൽ അരയല് എന്തിമ്മ? അയ്യത്തല്ലേ? അരയലൊക്കെ ഉണ്ട്. ഇടക്കിടക്ക് അമ്മാമ്മ എടുത്തിട്ട് അരയ്ക്കും. മുളക് പൊടി, മല്ലിപ്പൊടി. അമ്മയ്ക്ക് പറക്കാൻ പോണ്ടായിരുന്നു. അമ്മ എന്റെ അടുത്ത് ഇന്നാൾക്ക് പറഞ്ഞില്ലായിരുന്നു നമുക്ക് പറക്കണമെന്ന്. പറക്കാൻ കൊണ്ടുപോവാവേ കുപ്പിയും പാട്ടയും. വേറെന്താ ഇട്ടാ പറ? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇടണമായിരുന്നു. ഇട്ടില്ല. എടുത്തോണ്ടോ മോളെ? മുള എടുത്തിട്ട് കുരുമുളക് എടുത്തിട്ട് മോളെ. എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോ? ഒരു 2 ഗ്ലാസ് വെള്ളത്തിന്. 2 ഗ്ലാസ് വെള്ളം. വലിയ ഗ്ലാസ് ആണ്. വലിയ ഗ്ലാസ് ആണ്. മൊന്ത എടുത്ത് വെച്ചിട്ട് പറയാ വലിയ ഗ്ലാസ് ആണ്. കുരുമുളക്. ഇത് ഇവിടുത്തെ അല്ലേ? അടച്ചു വെക്ക. അമ്മാമ അടക്ക്. നമ്മൾ അടുപ്പ് കത്തിച്ച് ഇല്ലേ അമ്മമ്മ? ഇനി എത്ര വിസിൽ വേണം? വേവ്. ഇത് ഒരു 4 വിസിലടിക്കുമ്പോ വേവിക്കും കേട്ടോ. പക്ഷെ വെന്ത് വരും കേട്ടോ. വേവിക്കും. വെന്ത് വരും കേട്ടോ. എന്നിട്ട് നമ്മള് ചട്ടിയിൽ എടുത്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കും. ബാക്കിയൊക്കെ വെച്ചോ? എന്തൊക്കെ വെച്ചു? പരിപ്പ് വെച്ച്, അവിയല് വെച്ച്, വെണ്ടയ്ക്ക തോരൻ വയറ്റി എവിടെ ഇരിക്കുമല്ലേ? അപ്പൊ വയറ്റും. വെറുതെ ഞാൻ കണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത്. അവിയല് വെച്ച്, പപ്പടം പൊരിച്ച് എല്ലാം റെഡിയാക്കി. ഇനി ചിക്കൻ കൂടെ വന്നാ നമുക്ക് കഴിക്കാം. അച്ചാച്ച ഇല വെട്ടാനും പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഇവിടെ ലൗലോലിക്ക ഉണ്ട് കേട്ടോ. ലൗലോലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അമ്മാമ. ഉപ്പും പിടിച്ചു. ചിക്കൻ വെന്തില്ലേ? നമ്മള് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കും കേട്ടോ. ഇത് മറ്റേ ഇല്ല ചട്ടി കേട്ടോ. എന്തിരമ്മ? ഇരുമ്പേട്ടിയിലാട്ടോ വെക്കുന്നത്. എണ്ണ തിളച്ചിട്ട് നമ്മൾ എന്താണ് ഇടുന്നത്? കടുക്. എന്തിരിത്ര വിനയം. എണ്ണ തിളച്ചോ? തിളച്ച് തേങ്ങ കൊത്ത കേട്ടോ.
നമ്മള് കൊച്ചുള്ളി മാത്രമല്ലേ എടുക്കുന്ന, കൊച്ചുള്ളി സവാള ഇല്ലല്ലോ. ഇല്ല, സവാള ഇട്ടാ ഇറച്ചിയിൽ വെള്ളം ഒരുപാടാവും. മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലായിരുന്നോ? അത് ഇനിയാ. ഇത് രണ്ടെടുപ്പല്ലേ, ഞങ്ങൾക്ക് 3 ഉണ്ട്. പൊട്ടിച്ചേ. എന്തോ ചിരിക്കുന്നത്? അച്ഛാ വാച്ചാ, കുക്കറി ഷോ, അമ്മാമ്മയുടെ കുക്കറി ഷോ. ഞാൻ നിന്ന് വീർക്കും കേട്ടോ, നല്ല ചൂടാ. പണ്ട് കടയിൽ കൊണ്ടായിരുന്നില്ല, ഒരു ബീഫ് കഴിക്കാൻ വരുന്നത് 2 ബീഫ് മേടിക്കും, 2 ചീനിയും മേടിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇനി ഇപ്പൊ ഉള്ളി ഇടാം കേട്ടോ. നമ്മള് കൊച്ചുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതെന്തൊക്കെ ഇട്ടതിനകത്ത്? ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ശകല ഉപ്പ്, ശകലം മഞ്ഞപ്പൊടി, ലേശം മല്ലിപ്പൊടി. അല്ല, ഇത് കാശ്മീരി ചില്ലിയാണോ? ആണ്. അമ്മാമ്മ ഭയങ്കര സീരിയസ്. കാശ്മീരി ചില്ലിയാണോ? ആണ്. ഇത് നേരത്തെ നമ്മള് ചിക്കൻ വേവിച്ച് വെച്ചതാട്ടോ. അതിട്ടാ തട്ടട്ടെ. ഈ ചിക്കന്റെ ഒരു അരപ്പൂടെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാ ഒന്നുകൂടെ പറ. ഉള്ളി അരിഞ്ഞിട്ട് തേങ്ങയും തിരിങ്ങി വറുത്ത്, എന്നിട്ട് ഒരിച്ചിരി 2-3 കഷ്ണം ഉലുവയിട്ട് അതുകൂടെ ഒഴിക്കാട്ടോ. അത് തേങ്ങ വറുത്തത്. ഞാൻ ഒരാൾക്ക് ചിക്കൻ കറി വെക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാരും ഇങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത്? അല്ലെങ്കിൽ ഇനി തൊട്ട് ഇങ്ങനെ ചിക്കൻ കറി വെക്കണം അല്ലേ? എത്ര കൂട്ടം സാധനം ഇട്ടെന്ന് കണ്ടോ? ഒത്തിരി ഇട്ടല്ലേ? ശരിയാ. പിസിലടിക്കോ ഇനി? ഇല്ല ഇല്ല. കോമളയൊക്കെ വന്ന് പൊങ്ങുന്നുണ്ട്. ഓക്കെ, റെഡി ആയിട്ട് വരാം. ഹേ ഗായ്സ്, അപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വറുത്തരച്ച കോഴിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 3/4 മണിക്കൂർ എടുത്തോട്ടോ. മഴ പെയ്ത് ഗൈസ്, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മഴ ഒരു വിധത്തിൽ തോരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചാ കേട്ടോ. ഒരു പായൊക്കെ ഇട്ട് കഴിക്കാം. വിശപ്പുണ്ടാച്ചാ? സെറ്റ്. നല്ല കളറല്ലേ? കഴിക്കാം. വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന കേട്ടോ. എടുക്കാം. ആദ്യം കുറച്ച് കറിയും ചോറും മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മാമ്മയുടെ സ്പെഷ്യൽ. അടിപൊളി, സൂപ്പർ, അടിപൊളി. വറുത്തരച്ച് വെക്കുന്ന കേട്ടോ ടേസ്റ്റ്. അതുപോലെ ഈ കോഴി വേണം, നാടൻ കോഴി വേണം. നാടൻ കോഴി ഇങ്ങനെ വെച്ച് നോക്കട്ടോ, അടിപൊളി വരുന്നുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി ശരിക്കും ഉണ്ടല്ലോ, ഈ നാടൻ കോഴിന്റെ സ്കിന്നിനാണ് ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. സ്കിന്ന് കളയേ ചെയ്യരുത്. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് റീ? നല്ല. അച്ചാ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ വന്ന സമയത്ത് ഇവിടെ വെള്ളം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ തോട്ടിലെ വെള്ളം നോക്കിയേ, ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് ഒരു എരപ്പുണ്ട്. എരപ്പെന്ന് പറയുന്നത് വാട്ടർഫാൾസ്. നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. ഭയങ്കര വെള്ളം കേട്ടോ. അങ്ങോട്ട് പോകുന്ന സംഭവം കുറച്ച് റിസ്ക് ആണ്, കാരണം ഫുള്ള് പാറയൊക്കെ ആയതുകൊണ്ട് തെന്നി കിടക്കുമായിരിക്കും. ചുമ്മാ റിസ്ക് എടുക്കണ്ട. ഇതൊരു ചെറിയ ചായക്കട സെറ്റപ്പ് ഒക്കെ ഉണ്ട് അമ്മാമയ്ക്ക്. മാമോയ് ചായ ഇട്ടാ? ഇടുവാന്ന് വന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ. ഇനി അടുപ്പൊക്കെ കത്തിച്ച് ചായ ഇടാനുള്ള സെറ്റപ്പാണ് സുഹൃത്തുക്കളെ. അച്ചാച്ചൻ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇവിടെ ഹൈറ്റ് കുറവട്ടോ. അമ്മാമ്മയുടെ ഹൈറ്റിന് പണിഞ്ഞു വെച്ചേക്കോ ഇത് കണ്ടോ. അമ്മാമ്മക്ക് കറക്റ്റാ, നമുക്ക് പാടാ കേട്ടോ. അതിനകത്ത് ഷാമ്പു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു. അതെ. എണ്ണയുണ്ട്, തിരിയുണ്ട്, ചന്ദനത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ചന്ദനത്തിരിയോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകും. നിങ്ങളും ഇതുവഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്മമ്മയുടെ കടയിൽ കയറിയിട്ട് ഓരോ ചായയൊക്കെ കുടിക്കും സുഹൃത്തുക്കളെ. ഇവിടുത്തെ പറഞ്ഞ ഓലിയരിവ് അല്ലേ? ഓലിയരിവ് വെള്ളച്ചാട്ടത്തിലോട്ട് പോണ വഴിയിലുള്ള കടയാട്ടോ. ഈ ഭാഗത്ത് വേറെ കടയൊന്നുമില്ല, എന്റെ അമ്മമ്മയുടെ കട മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഒറ്റ പൂച്ച കയറിയിട്ടില്ല. എല്ലാരും ഇവനെ പേടിച്ചു പോയി. പുള്ളി വലിയ സിംഹമാണെന്നാ വിചാരിക്കുന്നത്. ഇവന്റെ സൈസ് അറിഞ്ഞൂടാ. കറക്റ്റ് ഇവന്റെ സൈസ് അറിയത്തില്ല. ഇവൻ എന്തോ വലിയ യമകണ്ഠൻ ജീവിയാന്ന് ഇവൻ വിചാരിക്കുന്ന. ഇത്തണേ ഉള്ളു. പക്ഷെ ചായ എന്നാ ഞാനാ സപ്ലയർ. എന്നാ ചായ നിങ്ങക്ക് പഞ്ചാര ഇട്ടാണോ ഇടാണ്ട് വേണോ? ഓക്കെ. നിനക്ക് വിത്തൗട്ടോ? കൊച്ചു വയസ്സിലെ ഷുഗർ ആൾക്കാർക്ക്. ഒരു മധുര 2 വിത്തൗട്ട്.
നല്ല ചായ അല്ലേ? പോട്ടാ, നീ എന്നാ വരുന്ന വീട്ടിലോട്ട്? വീട്ടിലോട്ട് വരാം. ആള് പറയുന്ന കണക്ക് അവിടെ ചിക്കനൊക്കെ അടിച്ച് ബിരിയാണി വെക്കുമ്പോ വരാം. അപ്പൊ അടുത്ത ബിരിയാണിക്ക് പോട്ടെ. എവിടെ? പോട്ടെ. ഓക്കെ, അപ്പൊ ശരി. ലുലുമാളി പോണം നമുക്ക് ഒരു ദിവസം. നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം ലുലുമാളി. ഇനി ഞായറാഴ്ച ഉണ്ടല്ലോ ആളൊക്കെ ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ, അവിടെ ആളൊക്കെ ഉണ്ടല്ലോ. പോവാം ഗൈസ്, ഇനി വീട്ടിലോട്ട് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി ഒരു ദിവസം തന്നെ ആയിരുന്നു. കറി കൊണ്ടുവന്നില്ലേ നമ്മൾ? ഓ, ഞാൻ ഇങ്ങ് വന്നപ്പോഴും അതും ആലോചിച്ചു. കുറച്ച് കറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കൂട്ടി തിന്നായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവർക്കും ഭയങ്കര സന്തോഷം. അവർക്കും സന്തോഷമല്ലേ, കാര്യം മക്കളും കൊച്ചുമക്കളും എല്ലാവരും കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.